എന്നാ പറഞ്ഞതാ? മഞ്ഞപ്പിത്താണേ. അയ്യോ, മഞ്ഞപ്പിത്തത്തിനൊക്കെ നാട്ടു ചികിത്സയാ നല്ലത്. ഒരു ഒറ്റമൂലി ഉണ്ട്, ഒറ്റമൂലി. 3 നേരം കഴിച്ചാൽ മതി, ഏത് പിത്തവും പമ്പ കിടക്കും. ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരോട് ചോദിച്ചാൽ മതി കേട്ടാ. പത്യം കാക്കണേ. നിങ്ങൾ ടോക്കൺ എടുത്തോ? സിസ്റ്റർ അനാവശ്യം പറയുന്നത്. ഞാനിപ്പോ വന്ന് കയറിയുള്ളൂ. സിസ്റ്റർ വെച്ചെടുത്ത് നോക്ക്, ഞാനും എടുത്തിട്ടില്ല. ആന്നോ? നിങ്ങൾ ഈ ബോർഡ് കണ്ടോ? ഈ ഡോക്ടറെ ആണോ ഞാൻ കാണണ്ടേ? സൈലൻസ് പ്ലീസ്, നിശബ്ദത പാലിക്കണമെന്ന് മലയാളത്തിൽ എഴുതി വെക്കണം. ഇംഗ്ലീഷ് എന്റെ പട്ടി പറയും. വലിയ കോടാലി ആയല്ലോ. കിഡ്നി വേണോ? നിന്റെ ആണോ? ഇവന്റെ കിഡ്നി വല്ല കാക്കും വെച്ചു കൊടുക്ക് പോരെ. എന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നെ കളിയാക്കാനുണ്ടല്ലോ. എന്തിയോടെ നീ കളിയാക്കി? എന്നെ നോക്കി. മേനോൻ ഇങ്ങനെ വെറുതെ മുറിയിലിരിക്കരുത്, കുറച്ച് നടക്കുകയൊക്കെ വേണം. അതങ്ങനെ മരുന്നൊന്നും സമയത്തിന് കഴിക്കലേ. ഓപ്പറേഷൻ്റെ ഡേറ്റ് ടെൻറ്റേറ്റീവായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡയാലിസിന് ശേഷം, അതായത് ഇനി 15 ദിവസം. മൈക്കേ, മൈക്കേ, സാറായിരുന്നു. താനൊന്ന് അവിടെ വന്ന് കിടക്ക്. ഒറ്റയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. തോപ്രാംകുടിയിൽ ഇപ്പോഴും ആനയൊക്കെ ഉണ്ടോടോ? ഓ, ഒക്കെ വെട്ടി വെളുപ്പിച്ചില്ലേ സാറേ. പേരിന് വല്ല മുള്ളനോ കേഴോ മറ്റോ കാണും. പണ്ട് അപ്പനുണ്ടായിരുന്ന കാലത്ത് കമ്പിളി കണ്ടത്ത് കാനത്തിലൊരു ആന എരിഞ്ഞു. ആരാണ്ട് വെടിവെച്ചതാന്നാ പറയുന്നേ. ചെന്ന് നോക്കിയപ്പം കൊമ്പില്ല. ആമ്പിള്ളാർ അടിച്ചോണ്ട് പോയി. ഇപ്പോഴും അതിന്റെ അസ്ഥി കൂടെ അവിടെ കിടപ്പുണ്ട്. പല്ല് വരെ നാട്ടുകാർ കൊണ്ടുപോയി. സാർ ഉറങ്ങിയായിരുന്നോ? പട്ടിക്ക് ബിസ്ക്കറ്റും ചിക്കനും സൂപ്പും എല്ലാം കൊടുക്കുന്നുണ്ട് ജനി. ദിവസം കുളിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നല്ലോണം തിന്നും, അതുപോലെ തന്നെ വേസ്റ്റും. ഇനി വേസ്റ്റ് എല്ലാം എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയണം. നീ പട്ടിയുടെ കാര്യം ചോദിച്ചു. ഭർത്താവായ എനിക്ക് സുഖമാണോ എന്ന് നീ കട്ട് ചെയ്തു. ഭാര്യമാർ പിള്ളേരെ വളർത്താൻ കൊടുത്തിട്ട് പോകുന്നു കേട്ടിട്ടുണ്ട്. ഇത് പട്ടിയെ വളർത്താൻ കൊടുത്തിട്ട് പോകുന്ന ആദ്യമായിട്ട്. എൻ്റെ ഒരു വിധി. നോക്ക് വേണ്ട, നീട്ടി വേണ്ട. അവിടെ സെക്രട്ടറി സാറിന്റെ കാറല്ലയോ പോകുന്നേ? അവിടെ എന്തോ താഴെ വീണു. പുള്ളിക്കാരൻ ഇറങ്ങി നടത്തില്ല. അയ്യോ, സെക്രട്ടറി സാറേ, ഇതെന്നാ നോക്കിയേ? ഞങ്ങള് കണ്ടില്ലായിരുന്നു. ഇപ്പൊ പോയേനെ. ഈ സമ്മാനമില്ലാതെ കല്യാണ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. വലിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. വിലപിടിപ്പുള്ള സാധനങ്ങളെ സൂക്ഷിച്ചു വെക്കണം. വേസ്റ്റ് കൊണ്ട് പുറത്തു കളയാൻ സമ്മതിക്കില്ല. ദ്രോഹി. വല്ലതും പറഞ്ഞായിരുന്നോ? നിന്റെ സത്യസന്ധത കണ്ട് തരിച്ചു നിന്നു പോയി എന്ന് പറഞ്ഞതാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മേ കം പ്ലീസ്? താങ്ക് യു. താൻ ഇങ്ങോട്ടാണ് വന്നെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരാൾക്കറിയാം. എനിക്ക് തന്നെ. ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാം. ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറിയായി ഞാൻ തന്നെ എനിക്ക് വേണ്ടി കൗൺസിലിംഗ് നടത്തിയെന്ന് പുറത്തറിഞ്ഞാൽ ഇതേ ഫ്ലാറ്റിലുള്ള മറ്റു ചെറ്റകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? യെസ് ഐ നോ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. ഈ ഫ്ലാറ്റിലെ VIP എന്ന നിലയ്ക്ക് പുറത്തൊരു കുഞ്ഞു പോലും അറിയാതെ സാറിനെ ഞാൻ കൗൺസിൽ ചെയ്തിരിക്കും. വെരി ഗുഡ്.
എന്താ സാർ? എൻ്റെ ഭാര്യ ജെന്നിഫർ അങ്ങ് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. കുട്ടികളില്ല, പകരം ഒരു പട്ടി മാത്രമേ ഉള്ളൂ. കടിക്കൂ? ക്രിസ്മസിന് മാത്രം. ഞാൻ പറയുന്നതൊന്നും ഇവൾ അംഗീകരിക്കുന്നില്ല. പലപ്പോഴും വൈഫിന്റെ മുമ്പിൽ ഞാൻ കൊച്ചായി പോകും. അതായത് തന്റെ ഇടമില്ലാത്ത ഭർത്താവ് എന്നൊരു തോന്നൽ. ഓക്കെ, ഞങ്ങളുടെ ഭാഷയിൽ ഇത്തരം ഭർത്താക്കന്മാരെ മണ്ണുണ്ണി അഥവാ കിഴങ്ങേശ്വരൻ എന്ന് വിളിക്കും. അയ്യോ സോറി, ഞാൻ ഡേ ടൈമിൽ സോഡയോ വെള്ളമോ ഐസോ ഉപയോഗിക്കാറില്ല. പറയൂ, തുറന്നു പറയൂ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. ഇതിനെ സെൽഫ് അംനേഷ്യ എന്ന് പറയും. അതായത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ലോകത്തൊരു പട്ടിയും കാണില്ല. ദേ അങ്ങോട്ട് നോക്കൂ. സെക്രട്ടറി ഇരിക്കേണ്ട സ്ഥാനത്ത് സെക്രട്ടറി ഇരുന്നില്ലെങ്കിൽ അവിടെ ഇതുപോലെ പട്ടി കയറിയിരിക്കും. അതായത് പട്ടിയുടെയും വൈഫിന്റെയും മുഖം തിരിച്ചറിയാനാവാതെ സാർ മെന്റലി ഡിസോർഡർ ആണ്. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ സെൻകൂർണിക്ക ബ്രവത്തുൽ ഓഫ് ഡബിളോപ്പതി എന്ന് പറയും. പൊതിയോ പൊതിയാതിരിക്കോ എന്ത് വേണേലും ആയിക്കോട്ടെ, ഞാൻ പലപ്പോഴും ഇവിടെ ആലോചിച്ച് ഫ്ലാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഈ ഫ്ലാറ്റിന് എത്ര സ്ക്വയർ ഫീറ്റ് കാണും? അതെന്തിനാ? അതായത് സാറിന്റെ മാനസികാവസ്ഥയും ഈ ഫ്ലാറ്റിന്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചിട്ടൊന്ന് ഹരിക്കാനാണ്. മനസ്സിലായില്ല. അതായത് 13 വർഷം ഈ ഫ്ലാറ്റിനകത്ത് സാർ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ നടന്ന നടത്തം നേരെ നടന്നിരുന്നുവെങ്കിൽ സാർ ഇപ്പൊ ജർമ്മനിയിൽ എത്തിയനെ. അങ്ങോട്ടേക്ക് എനിക്ക് പ്രവേശനമില്ല. ജർമ്മനിയിൽ ഇരുന്ന് അവൾ ആജ്ഞാപിക്കും, ഇവിടെ ഇരുന്ന് ഞാൻ അനുസരിക്കും. നിങ്ങൾ 2 കൾച്ചറിൽ ജീവിക്കുന്നവരാണ്. ജർമ്മൻ ഷെപ്പേർഡും കേരള ഡോ, അതായത് ചാവാലിപ്പട്ടി. മനസ്സിലായില്ല? ജർമ്മൻ കൾച്ചറും കേരള കൾച്ചറും. അതായത് ആദ്യമേ തന്നെ സാറിന്റെ ഭാര്യയുടെ കുറവുകൾ മനസ്സിലാക്കാൻ സാർ പഠിക്കണമായിരുന്നു. ഒന്നുകൂടെ വിളിക്കട്ടെ? നോ, നത്തിങ്. സാറിന് വേണ്ടെങ്കിൽ നിർത്തിക്കോ. ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ച പലതും എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. ഈ പട്ടി മുതൽ ഞാൻ ഉപേക്ഷിച്ച വേസ്റ്റ് വരെ. എന്നിട്ടും ഈ പൂതന മാത്രം തിരിച്ചു വരില്ല എന്ന വാശയില്ല. ഒന്നുമല്ല, ഈ പി കുപ്പി. എന്ത് കോപ്പമായിക്കോട്ടെ, താനെന്റെ സങ്കടം മനസ്സിലാക്കാം. എനിക്ക് പട്ടിയുടെ സ്മെല്ലാണോ? വളരെ ശരിയാണ്. താൻ പട്ടിയുടെ കൂടെയാണോ കിടപ്പ്? എല്ലാത്തിനുള്ള ഒരുത്തിയാണ് കാരണം. ആണോ? എടി മുടിഞ്ഞവളെ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടി. നീ ആരെടി നോക്കി പഠിപ്പിക്കണേ? നിന്നെ എന്റെ ഭാര്യയുടെ ഫോട്ടോ എറിഞ്ഞു പൊട്ടിക്കല്ല. വേണ്ടി വന്ന തന്നെ ഞാൻ പൊട്ടിക്കും. എടാ ജർമ്മൻകാരുടെ അടിപ്പാവിടെ കഴുകി കഴുകി ഓച്ചാനിച്ച് നിൽക്കാൻ നാണമില്ലടാ നാറി തനിക്ക്. മറ്റുള്ളവർ കേൾക്കും. കേൾക്കട്ടെ, ഈ ഫ്ലാറ്റിലുള്ള സർവത്ര പേരും കേൾക്കട്ടെ. താൻ ഭാര്യ പേടിക്കുന്ന വെറും പെൺകൊന്തരാണെന്ന്. അലവരാതി ഇറങ്ങി വാടാ, നല്ല പന്നി. എന്നെ പിടിച്ച് പുറത്താക്കണേ. ഞാൻ വെറും തെറ്റിയാണ്. അമ്മയുടെ കൗൺസിലർ. അവന്റെ അമ്മമ്മയുടെ ഒരു കൗൺസിലിംഗ്. ഞാൻ പകല് വെള്ളം അടിച്ചാൽ തനി തറയാന്നുള്ള കാര്യം ഈ വൃത്തിയോട്ടൊന്നും അറിയില്ല. ഇത് 3ാമത്തെ നിലയായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഞാൻ ചിലപ്പോ കരഞ്ഞോളെ. ഇത് അടുത്ത വീട്ടിലെ ഗോപിയുടെ ബാഗാണ്. ഞാൻ എടുത്തോട്ടാ. പോടാ. കാര്യങ്ങളെല്ലാം അതേ സ്ഥിതിക്ക് ഇനി നിനക്ക് എത്ര ഉച്ചത്തി വേണേലും സംസാരിക്കാം. പക്ഷെ ഞാൻ തടയില്ല. ഇവനിവിടെ വന്നേച്ചു പോയ കാര്യം മറ്റാരും അറിയരുത്. ഇവൻ ഇവിടെ വന്നേച്ചും പോയ കാര്യം മറ്റാരും അറിയരുത്. ഇത്രയല്ലേ ഉള്ളൂ.